+2 ബാച്ച് വേണ്ടി നീ ഉണ്ടാവില്ലേ? എൻ്റെ കാര്യം സംശയം. ലീവ് കിട്ടുമെന്ന് അറിയില്ല. പിന്നെ നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. നമ്മളൊക്കെ നേരത്തെ എത്തിയിട്ട് കാര്യങ്ങൾ നോക്കണമെന്നാണ് പ്രസാദ് പറഞ്ഞിട്ടുള്ളത്. അവന് പറയാലോ, ലീവിന് പഞ്ഞില്ലാത്ത ഡിപ്പാർട്ട്മെൻറ്റല്ല അവൻ്റെ. ശരിക്കും പറഞ്ഞാൽ അവന് പണിക്ക് പോകേണ്ട ആവശ്യമേ ഇല്ല. അതെന്താ? അവരൊക്കെ പാരമ്പര്യമായിട്ട് ജന്മിമാരല്ലേ. ആ തച്ചൻകാട് ദേശത്തെ പാടവും പറമ്പും മുഴുവൻ അവരുടെ അല്ലേന്ന്. ഓ, നമ്മുടെ കൂടെ പഠിച്ച ഒരുപാട് പേര് ടീച്ചർമാരായിട്ടുണ്ട് അല്ലേ? അതെയാ? ആ ഗിരിജ ടീച്ചർ, സജിനി ടീച്ചർ, ബിജിൻ മാഷ്, ഓർമ്മയില്ലേ? ഹേമലത, പിന്നെ ആ സുസുവാ? സുസു, സുശാന്തിനി, സുരേഷിന്റെ പെങ്ങള്. അവർ ആംഗലയും പെങ്ങളും നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നല്ലോ. ഓക്കെ ശരിയാ. പിന്നെ നമ്മൾ സുകന്യ, അവള് തമിഴ്നാട്ടിൽ വലിയ ബിസിനസ് മാഗ്നറ്റ് ആയില്ലേ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനൊക്കെ അവള് വലിയ ഏതെങ്കിലും ഉദ്യോഗസ്ഥയായിട്ട് വരുന്ന വിചാരിച്ചേ. നമ്മുടെ ക്ലാസ്സിലെ പഠിപ്പിച്ചായിരുന്നില്ലേ അവള്. പക്ഷെ സൗന്ദര്യത്തിനൊന്നും വലിയ ശ്രദ്ധയില്ലാട്ടോ അവൾക്ക്. കഴിഞ്ഞ ബാച്ച് വെറ്റിന് വന്നപ്പോൾ കണ്ടില്ല നീ? ഒരു തരി മേക്കപ്പ് പോലും ഇല്ല അവള്. ഓ, നീ അതൊക്കെ ശ്രദ്ധിച്ചില്ലേ? ഓ പിന്നെ നീ അത് വിട്. ലതികയുടെ കഥാസമാഹാരത്തിന് അവാർഡ് കിട്ടിയത് നീ അറിഞ്ഞാ? അറിഞ്ഞിരുന്നു. പത്രത്തിലുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നല്ലോ അനുമോദനങ്ങളും ആശംസകളൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷമായിരുന്നല്ലോ. എന്തായാലും പഠിക്കുന്ന സമയത്തിന് അവൾക്ക് എഴുത്തിലും വായനയിലൊക്കെ നല്ല താല്പര്യമായിരുന്നു കേട്ടോ. എന്തായാലും ലതിക അങ്ങേപ്പാട്ടിനൊപ്പം പഠിച്ചവരാണെന്ന് നമുക്ക് വലിയ അഭിമാനത്തോടെ പറയാമല്ലോ അല്ലേ? അത് ശരിയാ. പിന്നെ നമ്മുടെ ഗീത, അവളിപ്പോൾ റെയിൽവേയിലുണ്ട്. എന്നെ എന്തോ ഒരു കാര്യത്തിന് അവൾ എന്നെ ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മറും സജീഷൊക്കെ പിന്നെ വലിയ ബിസിനസ്സുകാരായി. രജനി ഹെൽത്തിൽ, ശ്രീജ ബാങ്കിൽ, ഡാനിഷ്, സിബു, പ്രഭ ഒക്കെ ഫാമിലിയോട് ഗൾഫിൽ സെറ്റിൽഡ്. നമ്മുടെ കൂടെ പഠിച്ച മിക്കവരും സെറ്റിൽഡ് ആയിട്ടുണ്ട് കേട്ടോ. സന്തോഷം. നമ്മുടെ കൂടെ പഠിച്ചെന്ന് വെച്ചിട്ട് അങ്ങനെ ആരും ഉഴപ്പിപ്പോയൊന്നുമില്ലല്ലോ. പക്ഷെ ഒരാളെ മാത്രം നമ്മുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതാര്? നീതു. നീ മിണ്ടരുത്, വലിയ ജാടക്കാരി. ഓ, നിന്റെ ശത്രുവായിരുന്നില്ലേ അവള്? ഒരു ലോകസുന്ദരി, വലിയ കാശുകാരൻ്റെ മകളാണെന്നുള്ള ഭാവമായിരുന്നു അവൾക്ക്. നമ്മുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല, കാണാൻ ഗ്ലാമറും ഇല്ല. അതൊക്കെ നിന്റെ വെറും തോന്നലാടാ. ഈ കാശിലും ഗ്ലാമറിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. അവൾ കാരണം ആ ആൻഡ്രസ് മാഷ് ചൂരൽ കൊണ്ട് തന്നെ എന്തൊരു വേദനയായിരുന്നു. എടാ, ഇപ്പോഴത്തെ കാലം പോലെയല്ല. ഒരാളോട് ഇഷ്ടമെന്ന് പറയുന്നത് പോലും തെറ്റാന്ന് വിശ്വസിച്ചിരുന്നതാണ്. എന്നാൽ അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നീ ഒന്ന് പോയേ. അവളെക്കുറിച്ച് കേൾക്കണ പോലും എനിക്കിത് വെറുപ്പാണ്. ഏതെങ്കിലും വലിയൊരു കോടീശ്വരൻ്റെ ഭാര്യയായിട്ട് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അവളിപ്പോൾ അടിച്ചു പൊളിച്ച് ചെയ്യിക്കുന്നു. ഇല്ലടാ, അവൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അത് നിനക്കെങ്ങനെ അറിയാം? കഴിഞ്ഞ ദിവസം ഒരു AC സർവീസ് ചെയ്യേണ്ടതെന്ന് കോൾ വന്നപ്പോൾ ഞാനാ ചെന്ന് അറ്റൻഡ് ചെയ്തത്. നോക്കുമ്പോൾ അത് അവളുടെ വീടായിരുന്നു. അവൾ എന്നെ കണ്ടതും ആദ്യം അന്വേഷിച്ചത് നിന്നെയാണ്. മച്ചാ, അവളുടെ വീട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ അവൾ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കേൾക്ക്. അവന് ഇപ്പോഴെന്നോട് ദേഷ്യവും വെറുപ്പൊക്കെ ആയിരിക്കുമല്ലേ. പക്ഷെ ഞാൻ എന്താ ചെയ്യുക? പുറം കാഴ്ചയ്ക്ക് ഞാനൊരു സ്ത്രീയാണെങ്കിലും യഥാർത്ഥത്തിൽ ദൈവം എന്നൊരു സ്ത്രീ ആയിട്ടല്ലല്ലോ സൃഷ്ടിച്ചത്. കരളറുത്തു പകുത്തു ഞാനെങ്കിലും കരതൊടാതെ നാം പോയതെന്തോ മലേ. ഇനിയുമോർമതൻ തീരത്തണയുക, നിലവിലാളുന്നൊരഗ്നിയായെരിയുക. വിടതരാതെ നീ എന്നെ പുണരുക, വിഭ്രമത്തിരമാലയായി മാറുക.